അറേബ്യൻ വിഭവങ്ങൾ ഇന്ന് പല മലയാളികളുടെയും ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരല്പം എരിവും പുളിയും കുറഞ്ഞ അറേബ്യൻ വിഭവങ്ങൾ എന്നാൽ മലയാളികളുടെ രുചിക്ക് അനുസൃതമായ രീതിയിൽ ലഭിക്കുന്ന ചില സ്ഥലങ്ങളിൽ ഇന്ന് ധാരാളം മലയാളികൾ ഭക്ഷണം കഴിക്കാൻ എത്താറുണ്ട്. ഇപ്പോൾ ഒരു പുതിയ വിഭവം കൂടി മലയാളികളുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ്. മദ്ഹൂത്ത്. കാക്കനാട്ടെ കുംകും റെസ്റ്റോറൻറ്റിൽ വന്നാൽ അറേബ്യൻ അനുഭവത്തിൽ, അറേബ്യൻ പശ്ചാത്തലത്തിൽ നമുക്ക് മദ്ഹൂത്ത് ആസ്വദിക്കാം. അറേബ്യൻ വിഭവങ്ങളുടെ സ്വാദ് മലയാളിക്ക് അന്യമല്ല. അറേബ്യൻ അരിവിഭവങ്ങളായ മന്തി, കബ്സ എന്നിവയ്ക്ക് ശേഷം മലയാളി ഭക്ഷണപ്രേമിയുടെ രുചിമുകുളങ്ങളെ തൃപ്തിപ്പെടുത്തുകയാണ് മദ്ഹൂത്ത്. അറബിയിൽ മദ്ഹൂത്ത് എന്ന വാക്കിനർത്ഥം സമ്മർദ്ദം ചെലുത്തിയത് എന്നാണ്. ഇതിൻ്റെ പാചകരീതി മൂലമാണ് വിഭവത്തിന് ഈ പേര് ലഭിക്കാൻ കാരണം. മദ്ഹൂത്ത് ആക്ച്വലി നമ്മളിവിടെ സെർവ് ചെയ്യുന്നത് ഒരു കുക്കറിൽ ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, ബീഫുണ്ട്, ഇപ്പോൾ പ്രോൺസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് കുക്കറിൽ റൈസും മീറ്റും ഒന്നിച്ച് കുക്ക് ചെയ്ത് വിത്ത് മസാല ചെയ്യുന്നൊരു ഡിഷാണ്. ഇറച്ചികൾ, അതായത് ചിക്കൻ, മട്ടൺ, ബീഫ്, ഒപ്പം അരിയും മസാലകളും ഒന്നിച്ച് ഒരു പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ വായു കിടക്കാത്ത പാത്രത്തിലോ അടച്ചുവെച്ച് പാകം ചെയ്യുന്ന രീതിയാണിത്. അപ്പോൾ ആളുകൾ കൂടുതൽ ആവശ്യപ്പെടുന്നത് അതാണ്. അത് കുറച്ചും കൂടി മസാല റിച്ച് ആയതുകൊണ്ട് നമ്മുടെ അവിടുത്തെ ആളുകൾക്ക് കുറച്ചും കൂടി താല്പര്യം, കേരളൈറ്റ്സിന് കുറച്ചും കൂടി താല്പര്യം അതായതുകൊണ്ടാണത്. ഒരു 15 to 20 മിനിറ്റ്സ് നമുക്ക് വെയിറ്റിംഗ് ഉണ്ടാവും. ഓർഡർ ചെയ്താലും കുക്ക് ചെയ്യുന്നത് ഓർഡർ എടുത്തതിന് ശേഷം കുക്ക് ചെയ്യുന്നത് 4 പേരുടെ പോർഷനായിട്ടാണ് കൊടുക്കണം. മന്തിയിൽ നിന്നും കബ്സയിൽ നിന്നും മദ്ഹൂത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഈ പാചക രീതിയാണ്. ഇത് ആക്ച്വലി നോർമൽ കുക്കറല്ല, ഇത് മദ്ഹൂത്തിന് സ്പെഷ്യലി ബിൽഡ് ചെയ്യുന്ന കുക്കറാണിത്. മദ്ഹൂത്തിൻ്റെ അത് നമ്മൾ സ്പെഷ്യലി പറഞ്ഞ് ചെയ്യണതാണ്. അപ്പോൾ അത് ആളുകൾക്ക് ആ ഒരു പ്രസൻറ്റേഷൻ രീതിയും കൺസെപ്റ്റും എല്ലാം കുക്കറിൽ കുക്ക് ചെയ്ത് അവരുടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയി നമ്മളത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും. മദ്ഹൂത്തിൻ്റെ പാചക ചരിത്രം ആരംഭിക്കുന്നത് മരുഭൂമിയിലെ നാടോടികളായ ബെദുവിൻ ഗോത്രങ്ങളിൽ നിന്നാണ്. മരുഭൂമിയിലെ യാത്രക്കിടയിൽ കുറഞ്ഞ പാത്രങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യേണ്ടത് ബെദുവീനുകളുടെ ആവശ്യമായിരുന്നു. അതിനാൽ ഇറച്ചിയും അരിയും സുഗന്ധവ്യഞ്ജനങ്ങളും ഒരൊറ്റ പാത്രത്തിൽ വേവിക്കുന്ന രീതി അവർ വികസിപ്പിച്ചെടുത്തു. ആദ്യകാലങ്ങളിൽ മൺപാത്രങ്ങളിലോ വലിയ ചെമ്പുകളിലോ അടച്ചുവെച്ച് മണലിലെ കനലിൽ ചുട്ടെടുത്താണ് ഇത് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ പ്രഷർ കുക്കർ കടന്നു വന്നതോടെ ഈ വിഭവം തയ്യാറാക്കുന്നത് ലളിതമായി. ഇറച്ചിയുടെ നെയ്യും മസാലകളുടെ സ്വാദും പൂർണ്ണമായും അരിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ രീതി സഹായിക്കുന്നു. ഇതുവഴി വളരെ മൃദുവായ ഇറച്ചിയും സ്വാദിഷ്ടമായ ചോറും ലഭിക്കുന്നു. അറേബ്യൻ രുചികൾക്ക് ധാരാളം ആരാധകരുള്ള നാടാണ് കൊച്ചി. വെറൈറ്റി മന്തികളും അൽഫാമും കബ്സയും ഇഷ്ടപ്പെടുന്ന മലയാളികളുടെ മുന്നിലേക്ക് കുംകും അറേബ്യൻ റെസ്റ്റോറൻറ്റ് മദ്ഹൂത്ത് വിളമ്പിയതോടെ മലയാളി മദ്ഹൂത്തുമായി മുഹബത്തിലായി. എൻ്റെ ബർത്ത്ഡേ അതുകൊണ്ട് വന്നതാണ്. രാജഗിരിയിലാണ് പഠിക്കുന്നത്, അപ്പോൾ അടുത്തായതുകൊണ്ട് വന്നതാണ്. നല്ല ആംബിയൻസ്, നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലി എങ്ങനെയാണെങ്കിലും ഭയങ്കര നൈസാണ്. ഇതുപോലെ റീൽസ് ഉണ്ട്, നല്ല റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി പോകും. കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപമാണ് അറേബ്യൻ മൺപാത്രമായ കുംകുമിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട് ക്രമീകരിച്ച കുംകും അറേബ്യൻ റെസ്റ്റോറൻറ്റ്. ആക്ച്വലി അതൊരു ക്ലേ പോട്ട്, കുക്കിംഗ് പോട്ടിൻ്റെയൊക്കെ അറബിക് നെയിമാണ്. അപ്പോൾ നമ്മളത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ പോട്ടും കാര്യങ്ങളൊക്കെ അതാണ് അതിനെ മീൻ ചെയ്യണത്. അപ്പോൾ നമ്മളത് ഒരു പേര് അതങ്ങനെ മാച്ചിങ് ആയപ്പോൾ അങ്ങനെ ചെയ്തെന്നുള്ളൂ. അറേബ്യൻ ശൈലിയിൽ ക്രമീകരിച്ച റെസ്റ്റോറൻറ്റിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെ മദ്ഹൂത്തും മറ്റു വിഭവങ്ങളും തേടിയെത്തുന്നു. നമുക്ക് കൂടുതൽ ഫൈൻ ഡൈൻ ഒരു അറബിക് തീമിൽ ഒരു റെസ്റ്റോറൻറ്റ്, ഞാൻ കുറേ കാലം ദുബായിലായിരുന്നു, 10-15 കൊല്ലത്തോളം ദുബായിലുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു തീമിൽ, അവിടുത്തെ ഒരു കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരണം എന്നുള്ള ഒരു ഇതിൽ ചെയ്തതാണ്. നമ്മളൊരു 8 മാസത്തോളം എടുത്ത് ബിൽഡ് ചെയ്തെടുത്തതാണ്. എല്ലാ ഇതിൻ്റെ ഓരോ ഈവൻ പെയിൻറ്റിങ് ആണെങ്കിലും ടെക്സ്ചർ വർക്ക്സ് എല്ലാ കാര്യങ്ങളും നമുക്കൊരു അറേബ്യൻ ടച്ച് കൊണ്ടുവരുന്ന രീതിയിലാണ് ചെയ്തത്. കൊച്ചിയിൽ നിന്ന് മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്നൊക്കെ സമൂഹമാധ്യമങ്ങളിൽ രുചിവിശേഷങ്ങൾ അറിഞ്ഞ് ഇവിടേക്ക് ഭക്ഷണപ്രേമികൾ എത്തുന്നു.
അടിപൊളി ഫുഡാണ്, സർവീസൊക്കെ നല്ല സർവീസാണ്. മകൻ്റെ ഒരു പ്രിഫറൻസിലാണ്. അവന് അവിടെയൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കി അന്വേഷിച്ച് വന്ന ഒരു വെറൈറ്റി ഫുഡ് കൂടി ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ വന്നതാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ മേളമാണ് മധൂത്തിൽ നിറയുന്നത്. കുരുമുളകും വറ്റൽമുളകും ഗ്രാമ്പൂവും ഉണങ്ങിയ നാരങ്ങയും കറുകപ്പട്ടയും ഒക്കെ ചേർത്ത് ആദ്യം അറബിക് മസാല ഉണ്ടാക്കണം. പിന്നീട് ഈ മസാല ചേർത്ത ചിക്കനും ബസ്മതി അരിയും ചേർത്താണ് മധൂത്ത് തയ്യാറാക്കുന്നത്. പാചകരീതി ആദ്യം സവാള വഴറ്റി അതിൽ ടൊമാറ്റോ, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മസാലപ്പൊടികളെല്ലാം വേണം. ഗരം മസാല, പിന്നെ മല്ലി, മുളക്, എല്ലാ ജീരകം, കുറേ മസാലകൾ ചേർത്തിട്ടുള്ള പുറത്തുനിന്നുള്ള മസാലയുണ്ട്. എരിവും പുളിയും നിറഞ്ഞ കേരളീയ ഭക്ഷണത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ഈ അറബിക് വിഭവവും. മലയാളികൾ പൊതുവെ വെറൈറ്റി ചിന്തിക്കുന്ന ആളുകളാണ്. പിന്നെ നമ്മളെ ഇതിൽ ചില കുറേ എരിവും പുളിയെല്ലാം ഉണ്ടാവും. അതിലതുണ്ടാവില്ല, പുളിയൊന്നും ഉണ്ടാവില്ല, എരിവ് ഉണ്ടാവും, പിന്നെ കുരുമുളകിൻ്റെ എരിവ് ഉണ്ടാവും. കൂടുതൽ റൈസ് കുറവാണ്. റൈസ് എന്ന് വെച്ചാൽ അവിടുത്തെ റൈസിലെല്ലാം പിന്നെ ഓയിൽ കുറവായിരിക്കും. മട്ടൻ്റെ നെയ്യ് പിന്നെ ഇതെല്ലാം ആയിരിക്കും അവർ പാചകം ചെയ്യുന്നത്. നമ്മളതിൽ ഓയിൽ, വെളിച്ചെണ്ണ എല്ലാം കൂടും, തേങ്ങ. അവരങ്ങനെയൊന്നുമില്ല, അവരുടെ നാടൻ രീതിയിലുള്ള ഇതായിരിക്കും അവർ. മധൂത്തിലെ ഒരു പ്രധാന ചേരുവയാണ് ഉണങ്ങിയ നാരങ്ങ അഥവാ ലൂമി. ഇത് വിഭവത്തിന് ഒരു വിശിഷ്ട രുചി നൽകുന്നു. വിഭവത്തോടൊപ്പം നൽകുന്ന സ്പൈസി തക്കാളി ചമ്മന്തി, അറേബ്യൻ സാലഡ്, മയോണൈസ് എന്നിവ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. കാക്കനാട്ടെ കുങ്കുമിൽ പരമ്പരാഗത അറേബ്യൻ രീതിയിൽ കുഷിനുകൾക്ക് മുകളിൽ ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയായ മജ്ലിസ് ഒരുക്കിയിട്ടുണ്ട്. മജ്ലിസ് ആക്ച്വലി ഒരു അറേബ്യൻ കൺസെപ്റ്റാണ്. മജ്ലിസിൽ നിലത്തിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഇവിടെ ഉള്ള കസ്റ്റമേഴ്സിനുണ്ട്, നിലത്തിരുന്ന് കഴിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഹൈറ്റിൽ ഇരിക്കുമ്പോൾ ഹൈറ്റിൽ. അതുകൊണ്ട് ഇവിടെ വരുന്നവർ ആദ്യം മടിച്ചാലും മജ്ലിസ് കയറി കാണുമ്പോൾ അവർ ഹാപ്പിയാണ്. അവരിപ്പോൾ ഇത്തിരി പ്രായം ചെന്ന ആളുകൾ മാത്രമാണ് നിലത്തിരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ മജ്ലിസിൽ ഹാപ്പിയാണ്. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഉണ്ടെങ്കിൽ നമ്മൾ മജ്ലിസ് കൊടുക്കുകയുള്ളൂ. വലിയ ഒറ്റപ്പാത്രത്തിൽ ഭക്ഷണം വിളമ്പുകയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒന്നിച്ച് അതിൽ നിന്ന് കഴിക്കുകയും ചെയ്യുന്ന രീതി പാരസ്പര്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ പ്രതീകമാണ്. ഇവിടെ കസ്റ്റമേഴ്സ് ആക്ച്വലി വരുന്നത് ഫുഡ് മാത്രമായിട്ടല്ല. ഒരു 1 hour എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാതെ ഒരു കസ്റ്റമർ ഇവിടുന്ന് പോകുന്നില്ല. കാര്യം അവർ ഇവിടുത്തെ ആംബിയൻസ് എൻജോയ് ചെയ്യാനും കൂടെ ഫുഡ് എൻജോയ് ചെയ്യാനും അവർക്ക് സംസാരിച്ചിരിക്കാനും അതിനെല്ലാം പറ്റിയ ഒരു ആംബിയൻസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം ഓർഡർ ചെയ്ത ശേഷം അത് പാകം ചെയ്ത് ലഭിക്കുന്നത് വരെയുള്ള സൗഹൃദ നിമിഷങ്ങളും ഭക്ഷണം ആസ്വദിക്കുന്നത് പോലെ തന്നെ അനുഭവവേദ്യമാക്കുന്നു. മധൂത്ത് ആസ്വാദനം ഒരു അറേബ്യൻ അനുഭവമാക്കാൻ റെസ്റ്റോറൻറ്റിലെ ഇൻറ്റീരിയറും സുഗന്ധവും കൂടെ ചേരുന്നു. ആംബിയൻസ് പിന്നെ നല്ല ഫുഡാണ്, പിന്നെ എല്ലാവരുടെയും പെരുമാറ്റം അടിപൊളിയാണ്. ഞാനങ്ങനെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. സോ ഇങ്ങനെയുള്ളൊരു ഫുഡ് ചൂസ് ചെയ്തു. കാക്കനാട് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മന്തി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കുംകും. ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും ഫുഡാണെങ്കിലും അടിപൊളിയാണ്. മധൂത്ത് ഒരു സാധാരണ അരി വിഭവത്തിനപ്പുറം ലളിതമായ ചേരുവകളിൽ നിന്ന് ആഴമുള്ള രുചി സൃഷ്ടിക്കുന്നുണ്ട്. അറബ് അതിഥി സൽക്കാരത്തിൻ്റെ പ്രതീകമായ മധൂത്ത് രുചിയും മലയാളിക്ക് പ്രിയതരമാവുകയാണ്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച കൂടുതൽ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.